ആ വ്യക്തികൾ പരസ്പരമുള്ള ബന്ധത്തിൽ അവിടെ ആ പരസ്പരമുള്ള ബന്ധം തീരുമാനമെടുക്കാൻ കാരണങ്ങളുണ്ടാവും. അതും പരിശോധിക്കണം. മനസ്സിലായോ? നമ്മൾക്ക് കുട്ടികളെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു വീടൊക്കെ വെച്ച് ഇങ്ങനെ കഴിയാം, അങ്ങനെ ഒരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ ജീവനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഭാഗത്ത് അങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ പരസ്പരം ആ ജീവൻ്റെ അനുഭവത്തിന് സ്ഥാനം കൊടുത്ത്, ആ ശൂന്യത ഫ്രീ സ്പേസിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ഇതാണ് ജീവിതമെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെയാണ് പരസ്പരമുള്ള ബന്ധമെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അവിടെ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അവിടെയാണ് ജീവിതത്തിൻ്റെ തുടർച്ച. നിങ്ങളുടെ വോയിസ് ക്ലിയർ അല്ല. ആ, ഇപ്പോൾ ബെറ്ററാണ്. അല്ല, നിങ്ങൾ ക്രിഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ, ഒരു ഈർച്ച. ആ ആ ആ അതായത് പ്രീ കൺസീവ് ചെയ്തിരിക്കുകയാണ്. പ്രീ കൺസീവ് ചെയ്തു പോയി. ഒരു പ്രീ കൺസീവ് ചെയ്തു അല്ലേ? നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ധാരണയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് ആ ധാരണയിലാണ് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുള്ള ധാരണയാണ് എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ശരീരത്തിൻ്റെ അവകാശവും അധികാരവും മറ്റൊരു ധാരണയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുക. ശ്രദ്ധിക്കണേ, ഈ പ്രീ കൺസീവ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ശരീരം ജീവന് വേണ്ടിയിട്ടല്ല, ഈ ധാരണയെ പാർപ്പിച്ച് അല്ലെങ്കിൽ ധാരണയെ കൊണ്ടു നടക്കാൻ ഈ ശരീരം ഉപയോഗിക്കുകയാണ് ആ വ്യക്തി. മനസ്സിലായ? പ്രീ കൺസീവ്ഡ് നോഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. മനസ്സിലായോ? ഇല്ല, കാരണം ഈ പ്രീ കൺസീവ്ഡ് നോഷൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ശരീരം കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ ചാനലുകളിലൊക്കെ ഡിസ്കഷൻ നടക്കുമ്പോൾ വലിയ സമൂഹത്തിൻ്റെ വലിയ മഹാന്മാർ വന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴും ഇവർ ഈ നോഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രീ കൺസീവ്ഡ് നോഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് അവിടെ ഒരു ഡിസ്കഷൻ ഒരിക്കലും പോസിബിൾ ആകുന്നില്ല. കാരണം ഫൈറ്റാണ് നടക്കുന്നത് എപ്പോഴും. തർക്കിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? മനസ്സിലായോ? അതെ, ഇവരെല്ലാവരും ഞാൻ ശരിയാണ് അല്ലെ, ഞാൻ പറയുന്നത് അവിടെ ഈ പറയുന്ന വിഷയത്തെ എടുത്ത് മുന്നോട്ട് വെച്ചിട്ട് ഇതിലെന്തുണ്ട്, ഇത് രൂപം കൊള്ളാനുള്ള കാരണം എന്താണ് എന്ന് പരിശോധിച്ച് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാണ് വേണ്ടത്. അതിനാണ് നമ്മൾ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമിലോട്ട് വരേണ്ടത്. ഒരു വ്യക്തിയുടെ നോഷ്യ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആശയങ്ങൾ ഷെയർ ചെയ്യല്ല വേണ്ടത്. മനസ്സിലായി? ഒരു വ്യക്തിയുടെയും ആശയങ്ങൾ ഷെയർ ചെയ്യാനല്ല വരേണ്ടത്. മനസ്സിലായി? നമ്മുടെ ഉള്ളിലെ ആശയങ്ങളെ എലിമിനേറ്റ് ചെയ്ത് പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്തോട്ടാണ് വരേണ്ടത്. അവിടെയാണ് നല്ലൊരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു ബന്ധം തെളിഞ്ഞു വരുന്നത്. വളരെ സിമ്പിളാണ്. അവിടെയാണ് നല്ലൊരു ജീവിതത്തിൻ്റെ ഭാഗം വരുന്നത്. എല്ലാവർക്കും ഗുണകരമാകുന്ന അവിടെയാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്ന കേട്ടാൽ ലോകം മൊത്തം തെളിയണം. മനസ്സിലായ? അതാണ് ബന്ധം. അതാണ് ശരിയായിട്ടുള്ള ബന്ധം. അതാണ് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കാം.
വെള്ളമുണ്ടോ? ഉം, ഉം, താഴെയുണ്ട്. ഉം, ഉം. ഇത് ചൂടുവെള്ളം, വെള്ളം തിളപ്പിച്ച് ഇച്ചിരി അകത്ത് ഒഴിച്ചാൽ എന്നിട്ട് ബ്രഷ് ഇട്ട് കഴിയാതെ. അതെ, പറയും. പ്രകാശത്തെ പറ്റിയെന്ന് പറയുമ്പോൾ നമ്മൾ ശൂന്യതയെ നമ്മൾക്ക് എപ്പോഴും അനുഭവത്തിൽ നിലനിർത്താൻ പറ്റുന്നു. ശൂന്യതയെ അനുഭവത്തിൽ നിലനിർത്താൻ പറ്റുമ്പോഴാണ് പ്രകാശം തെളിയുന്നത്. ശൂന്യത അനുഭവത്തിൽ കൊണ്ടുവരുമ്പോൾ പ്രകാശമായിട്ടുള്ള ബന്ധം വന്നു. അല്ലെ, ശബ്ദത്തെ ദഹിപ്പിച്ച് കളയല്ലേ എന്ന്. ശബ്ദം കൊണ്ടുള്ള ശരീരത്തെ വൃത്തിയായിട്ട് അനുഭവിക്കുന്ന ഭാഗത്ത് തുടരുമ്പോഴാണ് നമുക്ക് ഇല്ല അകപ്പെട്ടു പോകുന്നില്ല. കാരണം ഇവിടെ അകപ്പെട്ടു പോകാനൊന്നുമില്ല. കാരണം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. സർവ്വതും ഒന്നായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതെ അതെ, അതാണ്. അപ്പം ഈ പ്രകാശവും ശബ്ദവും എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം എന്താണ്? സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയുടെ മർദ്ദത്തിലാണ് ശബ്ദം നിൽക്കുന്നത്. മർദ്ദം കുറഞ്ഞ ഭാഗത്താണ് വെളിച്ചം വരുന്നത്. നമുക്ക് ശബ്ദം അതിൻ്റെ താഴത്ത് ശ്വാസത്തെ നമ്മൾ എന്തായിട്ടാണ് എടുക്കേണ്ടത്? ഇപ്പോൾ നമുക്ക് ശബ്ദത്തിൻ്റെ ഭാഗം നമ്മൾ ശബ്ദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ശബ്ദം ആ അനുഭവത്തെ നമ്മൾ ശബ്ദ തരംഗങ്ങളായിട്ട് എടുക്കുന്നത്. ഈ ശ്വാസത്തിൻ്റെ ഭാഗത്ത് എന്താണെന്നറിയാവോ? അല്ല, ശ്വാസത്തിൻ്റെ ഭാഗത്ത് താപമാണ്. ശ്വാസത്തിൻ്റെ ഭാഗത്ത് താപമാണ്. പക്ഷെ നമ്മൾ എടുക്കേണ്ടത് ശ്വാസത്തിൻ്റെ ഭാഗത്ത് താപമാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? എന്തോ? അതെ, താപത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ശരീരത്തിൻ്റെ പ്രവർത്തനം. ആ താപത്തെ ഇക്വലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ശരീരത്തിൻ്റെ പ്രവർത്തനം എപ്പോഴും സുതാര്യമായിട്ട് ഈക്വലാകുന്നത്. അവിടെ ഏത് പ്രദേശത്ത് ചെന്നാലും അതിനനുസരിച്ച് ഉടനെ താപവ്യത്യാസമുള്ള മേഖലയിൽ ചെല്ലുമ്പോൾ ശരീരം അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാക്കും. മനസ്സിലായി? അപ്പോൾ ശ്വാസത്തിലാണ് നമ്മൾ താപത്തെ അറിയുന്നത്. അപ്പോൾ താപത്തെയാണ് അവിടെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദഹനം വളരെ കൃത്യമായിട്ട് നടക്കുന്നത് ഈ താപം കറക്റ്റാകുന്ന ഭാഗമാണ്. അല്ലെങ്കിൽ ദഹനശേഷി ശരിയാകത്തില്ല. മനസ്സിലായി? ദഹനശേഷി ശരിയാകണമെന്നുണ്ടെങ്കിൽ ഇത് മർദ്ദം കൂടി വരുന്നുണ്ട് അവിടെ. മനസ്സിലായോ? മർദ്ദത്തിനനുസരിച്ചാണ്. മർദ്ദം കൂടുമ്പോൾ മർദ്ദം കൂടി വരുമ്പോഴത്തേക്കും ആ താപം കുറഞ്ഞ് തണുപ്പാകും. മർദ്ദം കുറഞ്ഞ് വരുമ്പോഴത്തേക്കുമാണ് അവിടെ ചൂട് വരുന്നത്. മനസ്സിലായോ? വീണ്ടും മർദ്ദം കുറഞ്ഞ് പോകുമ്പോൾ വീണ്ടും തണുപ്പാകും. മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ മർദ്ദത്തിൽ മാത്രമേ ടെമ്പറേച്ചർ ഉള്ളൂ. അല്ല, അത് അങ്ങനെ ഒരു ഭാഗം നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. അതെ 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 അതെ, അത് സംഭവിക്കേണ്ട പോലെ സംഭവിച്ചുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ധാരണയിൽ നമ്മളെ തെളിച്ച് നിർത്തുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. നമ്മുടെ ധാരണയിൽ ചില ആക്ടിവിറ്റികളിൽ കൂടുതലായി പ്രവർത്തിക്കുന്നവർക്ക് അത് എന്താണ് ഇതിന്റെ ശ്വസന പ്രക്രിയയുള്ള വ്യത്യാസമാണ്. അത് സ്വയം നിയന്ത്രിച്ച് കുറച്ച് മാറ്റിയെടുക്കാവുന്ന കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നമ്മളെ തെളിച്ചെടുക്കുന്ന ഭാഗം മതി. നമ്മളെ തെളിച്ചെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ആഹാരത്തിൽ ഒരു ഇൻഡൈജഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഡൈജഷൻ ദഹനക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദഹനം ശരിപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കത്തില്ല, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിച്ച് ദഹനം ശരിപ്പെടുത്തി എടുക്കുന്ന പോലെ തന്നെ
ഈ താപത്തിൻ്റെ ഭാഗവും നമ്മൾ ശ്രദ്ധയോടുകൂടി, അപ്പം നമ്മൾ കർമ്മമണ്ഡലത്തിലാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നത്. അവിടെ കർമ്മമണ്ഡലത്തിലാണ് ഈ മർദ്ദത്തിൻ്റെ ഭാഗം ശ്രദ്ധിച്ച് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുവരെയുള്ള എവിടെയാണ് എറർ വന്നിരിക്കുന്നത്, ആ എറർ വന്നിരിക്കുന്ന മേഖല ഈ മർദ്ദത്തിൻ്റെ ഭാഗത്താണ്, താപത്തിൻ്റെ ഭാഗത്താണെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് എല്ലാം നമ്മുടെ പരിശോധനയ്ക്ക് വിധേയമാക്കി കൊണ്ടുവരണം. മനസ്സിലായി? അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഇത് മധ്യത്തിലാണ്, ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും. ഇപ്പോൾ ദഹനമാണെങ്കിൽ ദഹനമാണ് മധ്യത്തിൽ, ദഹന പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ്? ദഹനമാണ് നമ്മളുടെ പ്രോബ്ലം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉയർന്ന തലവും ഇതിൻ്റെ താഴ്ന്ന തലവും, ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും, ഉയർന്നതും താഴ്ന്നതൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ അവിടെ പരിശോധിക്കേണ്ടത്. ദഹന വിഷയമാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഓക്കെ, ഇപ്പോൾ അതിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ തുടങ്ങാം. ഇപ്പം ശ്രദ്ധയാണ് എനിക്കില്ലാത്തത്, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എവിടെ നിന്ന് തുടങ്ങണം? എനിക്ക് മാതാപിതാക്കളുണ്ട്, എനിക്ക് സഹോദരങ്ങളുണ്ട്. ഓക്കെ, എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എന്താണ്? എനിക്ക് മാതാപിതാക്കളുണ്ട്, എനിക്ക് സഹോദരങ്ങളുണ്ട്, രണ്ട് ഭാഗം എടുത്ത്. ഓക്കെ, അപ്പം മാതാപിതാക്കളോട്ടുള്ള എൻ്റെ ബന്ധം എന്താണ്? മാതാപിതാക്കളോട്ടുള്ള എൻ്റെ ബന്ധം എനിക്ക് ആശ്വാസത്തിൽ, എൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള എൻ്റെ സമ്പർക്കത്തിൽ എനിക്ക് ആശ്വാസത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല ഞാൻ അതുണ്ടാക്കി ഇതുണ്ടാക്കിയല്ല, എനിക്ക് ആശ്വാസത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ബന്ധം. അതാ അവിടെ ഇപ്പോഴത്തെ എൻ്റെ സഹോദരങ്ങൾ ആയിട്ടും എനിക്ക് ആശ്വാസത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് ശ്രദ്ധ ജനിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ശ്രദ്ധ ജനിക്കുന്നത്. അവരുമായിട്ട് എനിക്ക് ആശ്വാസത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എവിടെയൊക്കെ നടന്ന് തലകുത്തി പറഞ്ഞാലും, ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, സാധന പ്രക്രിയകൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു, പക്ഷേ എൻ്റെ മാതാപിതാക്കളുമായിട്ട് എനിക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ എടുത്തു? കാരണം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഉത്ഭവിച്ച ശരീരമായതുകൊണ്ട് ഏത് പുരുഷനാണോ അമ്മയുടെ കൂട്ടത്തിലുള്ളത്, മനസ്സിലായി? ആരാണ് അമ്മയുടെ കൂട്ടത്തിലുള്ളത്, മനസ്സിലായി? അവരെ ബഹുമാനിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. മനസ്സിലായി? അവരെ ബഹുമാനിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. മനസ്സിലായി? എൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ ആരാ ഉള്ളത്? അപ്പം എൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളെ അമ്മ എങ്ങനെ പരിചയപ്പെടുത്തുന്നു അല്ലേ? അവിടെ അമ്മ എങ്ങനെ പഠിക്കും? അപ്പോഴും ഞാൻ നോക്കേണ്ടത് എന്താണ്? എൻ്റെ താളത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ആവശ്യം എന്താണ്? എനിക്ക് മനസമാധാനത്തിൽ എനിക്കെന്തോ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതല്ല. അവിടെ ഒരിക്കലും ഇത് കിട്ടത്തില്ല. ഞാൻ എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതുകൊണ്ട് എനിക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങളോട്ടുള്ള എൻ്റെ ബന്ധത്തിൽ എനിക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? അല്ലാണ്ട് എൻ്റെ സഹോദരങ്ങളെ ഉപയോഗിച്ച് അല്ല, ഇപ്പോൾ എനിക്കിപ്പോൾ 60 വയസ്സുണ്ട്. എനിക്ക് 60 വയസ്സുള്ളപ്പോഴും ഞാൻ ചെയ്യുന്ന ഇത് തന്നെയാണ്. മനസ്സിലായ? അത് ഇപ്പോഴും ചെയ്യുന്ന ഇത് തന്നെയാണ്. എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ മറ്റൊന്നും ഉണ്ടാകരുത്. ആരെയും നമ്മൾ കീഴ്പ്പെടുത്താനോ ആരെയും ചൂഷണം ചെയ്യാനോ അല്ല. ബന്ധം മറ്റൊരാളുമായിട്ടല്ല, ജീവനുമായിട്ടാണ് ബന്ധം. മറ്റൊരാളെ തകർക്കാനോ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയെടുക്കാനോ അല്ല ബന്ധം. മാതാപിതാക്കളും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് ഐശ്വര്യത്തിലും സമാധാനത്തിലും അഭിവൃദ്ധിയിലും നിൽക്കാനാണ്. അവിടെയാണ് അവരുടെ സത്യസന്ധത അപ്പോഴറിയാൻ പറ്റും. അവരിലൂടെ നമുക്ക് ഈശ്വരനിലെത്താനും പറ്റും. മനസ്സിലായോ? ആശ്രയിക്കുന്നത് അവരെയാണെങ്കിലും നമ്മൾ എത്തുന്നത് എവിടെയാണ്? ഈശ്വരനിലാണ് എത്തുന്നത്. ശ്രദ്ധിക്കണേ, എൻ്റെ സഹോദരങ്ങളെല്ലാം വഴക്കാളികളാണ്, ആയിക്കോട്ടെ. എൻ്റെ മാതാപിതാക്കളും വഴക്കാളികളാണ്. പക്ഷെ ഞാൻ ആശ്രയിക്കുന്ന അവരെയാണ്. അവരെ ആശ്രയിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ എൻ്റെ ഉള്ളിൽ അസ്വസ്ഥതയാണ് ജനിക്കുന്നതെങ്കിൽ അത് നിർവീര്യം ചെയ്യുന്നൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അവർ പൊട്ടത്തരം പറയുന്നു, അത് പറയുന്നു, നീ അത് ഈ നീതി, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ശ്രദ്ധിക്കുമ്പോൾ അസ്വസ്ഥതയാണ് ജനിപ്പിക്കുന്നതെങ്കിൽ ഇത് ഒഴിവാക്കി പോയാൽ മാത്രം മതി. അപ്പം എത്ര മോശം കുടുംബത്തിൽ ജനിച്ചാലും, മനസ്സിലായ,
കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങളെല്ലാവരും തെറ്റായ വഴിക്ക് പോകുന്നു. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ നേർവഴിക്കിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഐശ്വര്യത്തിൻ്റെ ഭാഗം തെളിഞ്ഞെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മളെ സമൂഹത്തിലോ നമുക്കിങ്ങനെയുള്ള മാതാപിതാക്കളും സഹോദരങ്ങളൊന്നുമില്ല, ആയിക്കോട്ടെ, എല്ലാവരും മരിച്ചുപോയി, ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ ഇടപെടുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് വരുന്ന ആൾക്കാരുണ്ട്, സഹോദരങ്ങളുടെ സ്ഥാനത്ത് വരുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായി? ഇവരെയാണ് നമ്മൾ മുതിർന്ന പൗരന്മാരെന്നും ഈ പുതിയ തലമുറയെന്നും പറയുന്നത്. അത്രയും എടുത്താൽ മതി, അങ്ങനെ എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് മനുഷ്യരുടെ ഭാഗത്തുനിന്ന് മാറിയിട്ട് നമ്മൾ പ്രകൃതിയുടെ ഭാഗം നോക്കിയാൽ അവിടെ വളരെ സ്ഥായിയായിട്ട് നിൽക്കുന്ന മുതിർന്ന പൗരൻ, അല്ലെങ്കിൽ സ്ഥായി സ്വഭാവമുള്ളത് എന്തിനെടുക്കും? നമുക്ക് രാത്രിയും പകലും നമ്മുടെ മാതാപിതാക്കൾക്ക് തുല്യമായിട്ടുള്ളതാണ് രാത്രിയും പകലും. അത് വളരെ സ്റ്റേബിളല്ലേ? രാത്രിയും പകലും എന്ന് പറയുന്നത് നമ്മളെ വളരെ വ്യക്തമായിട്ട് നിലനിർത്തുന്ന ഒരു സംവിധാനമാണ്, സ്ഥായി ഭാവമുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ചില്ലറ അനുഭവങ്ങളെ നമുക്ക് നമ്മളുടെ സഹോദരങ്ങൾ എന്നുള്ള ഭാഗത്തെടുത്താൽ മതി. അതെ, നമ്മൾ രാവിലെ ഉണർന്നു വരുന്നു. എപ്പോഴാണ് ഉണർന്നു വരുന്നത്? ആ ഉണർന്നു വരുന്ന ആ സമയം തൊട്ട് അത് പകലിൻ്റെ സ്വാധീനമല്ലേ? അതെ, എപ്പോഴാണ് കിടക്കാൻ പോകുന്നത്? അത് രാത്രിയുടെ സ്വാധീനമല്ലേ? അതെ. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും ഇതിൻ്റെ ഇടവേളയിൽ നമ്മുടെ ആക്ടിവിറ്റീസ്, ഇതിനകത്തല്ലേ നമ്മുടെ ധർമ്മം വരുന്നത്, ഇതിനകത്താണ് നമ്മുടെ വൃത്തി വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു പകൽ ഉണർന്നു, ഞാൻ ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിന് അടുക്കം ചിട്ട ഉണ്ടാകണം. ഇല്ല, എന്ത് ശീലമാകും? രാത്രിയും പകലിൻ്റെ മധ്യത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് നമ്മൾക്ക് ഓർഡറിൽ കണ്ടിന്യൂറ്റി കൊണ്ടുവരുമ്പോൾ ഇതല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക? രാവിലെ ഉണർന്നപ്പോൾ തൊട്ട് എൻ്റെ ആക്ടിവിറ്റി എന്താണ്, രാത്രി കിടക്കുന്നത് വരെ എൻ്റെ ആക്ടിവിറ്റി എന്താണ്, ഇതിനൊരു ഓർഡർ വേണ്ടേ? അശ്രദ്ധയോടുകൂടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പകലിനെ മാനിക്കാതിരുന്നോ? പകലിനെ ബഹുമാനിക്കാതിരുന്നു. എന്താണ്? അശ്രദ്ധയോടുകൂടി ഞാൻ എന്തോ ചെയ്തു, അപ്പം പകലിനെ ഞാൻ നിഷേധിച്ചില്ലേ? അല്ലേ? അത് പകലിനെയാണ് നിഷേധിച്ചത്. ഇനി രാത്രിയായി, ഉറങ്ങേണ്ട സമയമായി. ഉറങ്ങേണ്ട സമയമാകുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങണം? ഞാൻ വളരെ വ്യക്തമായിട്ട് പകലത്തെ താല്പര്യങ്ങൾ എല്ലാം ഒഴിവാക്കിയിട്ട് ഉറങ്ങണം, വേണ്ടേ? നാളെ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രിയിലെ ഉറക്കത്തെ നമ്മൾ നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത്? ഉറക്കത്തോട് നമുക്ക് സത്യസന്ധത ഇല്ലാണ്ടാകല്ലേ ചെയ്യുന്നത്? അതായത് പകലത്തെ എല്ലാ പ്രവൃത്തികളും നമ്മൾ മെമ്മറി എല്ലാം ഡിലേറ്റ് ആക്കി വേണം രാത്രിയെ സ്വീകരിക്കാൻ ഉറങ്ങുമ്പോൾ, അല്ലേ? തീർച്ചയായിട്ടും. പകലത്തെ പ്രവൃത്തി സത്യസന്ധമായിട്ട് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ മെമ്മറി ഒന്നും ഇല്ല അവിടെ. വൃത്തിയായിട്ടാണ് പോയി കിടക്കുന്നത്. അങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ രാത്രി നമ്മുടെ വൃത്തിയുടെ അഡ്വാൻറ്റേജ് ഉറക്കത്തിൽ കിട്ടും. നമ്മുടെ വൃത്തിയുടെ അഡ്വാൻറ്റേജ് കിട്ടും. കാരണം കിടന്നുറങ്ങുമ്പോൾ അവിടെ എന്താണ് പ്രപഞ്ചത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു സവിശേഷത നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളല്ല നമ്മുടെ നവീകരണത്തിൻ്റെ അത്യാധുനികതയുടെ അടുത്ത തലത്തിലോട്ട് നമ്മൾ എത്തിക്കുന്നത് നമ്മളല്ല, പ്രപഞ്ചമാണ് നമ്മൾ എത്തിക്കുന്നത്. അതിന് പ്രപഞ്ചത്തിലോട്ട് നമ്മൾ വണങ്ങി നിൽക്കുന്ന ഭാഗം മാത്രമേ നമ്മുടെ ജോലിയുള്ളൂ. നമ്മളതിനെ സറണ്ടർ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിലോട്ട് നമ്മൾ താതാമ്യം പ്രാപിച്ച് നിൽക്കുകയാണ്. ഈ സമൂഹത്തിൽ ആരോട് നമ്മൾ താതാമ്യം പ്രാപിച്ച് നിന്നാലും എത്തേണ്ടത് ഇവിടെ തന്നെയാണ്. അല്ല, മറ്റൊരു വ്യക്തിയും ഇതേ സംവിധാനത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അല്ലാണ്ട് വേറെ ആരുടെ അടിയിലും നമുക്ക് പോയി നിന്നിട്ട് കാര്യമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ശക്തിയുടെ സ്വാധീനത്തിലോട്ട് എത്തുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല. ഇതിനകത്താണ് നിൽക്കുന്നത്.
ഇതിനകത്ത് ശീലിച്ചേ പറ്റത്തുള്ളൂ. ഇതിനകത്തുള്ള ശീലമാണ്, ഇതിനകത്ത് ദുശീലമാകുന്നില്ല. കാരണം എന്താണ്? കാരണം ഇത് തുടർച്ചയാണ്, അതുകൊണ്ട് ദുശീലമില്ല. ദുശീലമെന്ന് പറയുന്നത് തുടർച്ചയില്ലാത്ത ശീലമാണ് ദുശീലം. ദുശീലം പല ശീലങ്ങൾ കൊണ്ടുവരുന്നു. ഇതൊരൊറ്റ ശീലമേ ഉള്ളൂ, വേറൊരു മാർഗമില്ല, നിവൃത്തിയില്ല. അതുകൊണ്ട് ഇത് ദുശീലമല്ല, ഇതേ ചെയ്യാനുള്ളൂ. അല്ല, അപ്പം രാത്രിയും പകലിനെയും നമ്മൾ ഗുരുനാഥനായിട്ട് എടുത്തു, ഒരു കുഴപ്പമില്ല, മതി. നമ്മുടെ സാധന കൃത്യമായിട്ട് അപ്പോഴും മർദ്ദത്തിൻ്റെ ഭാഗത്ത് ചൂടും തണുപ്പും രാത്രിയും പകലും തമ്മിലുള്ള അന്തരത്തെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് നിന്ന് രാത്രിയും പകലും രണ്ടിൽ ഭാഗത്തും ഒരുപോലെ നിൽക്കുന്ന അവസ്ഥയാണ് ജീവിക്കുന്നത്. എന്താണ്? ഈ രാത്രിയും പകലും അന്തരമില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് ജീവിക്കുന്നത്. അതാണ് നമ്മുടെ തെളിച്ചം, അതാണ് നമ്മുടെ ഉന്മ. അതിനാണ് നമ്മൾ ശരിക്കും ശക്തി, ആത്മാവെന്ന് വിളിക്കുന്നത്. അത് വിളിച്ചാൽ പോരാ, അത് അനുഭവത്തിൽ തെളിഞ്ഞു വരണം. ഒരുപക്ഷെ നമ്മളായിരിക്കും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. മനസ്സിലായോ? കാരണം എന്താ? നമുക്ക് ഇങ്ങനെ ഒരുമിക്കാൻ സാധിച്ചു. ഇങ്ങനെ ഒരുമിക്കാൻ സാധിച്ചു. ഈ ഭാഗ്യത്തിന് കാരണം ഒട്ടനവധി മനുഷ്യർ തന്നെയാണ്. നമ്മൾ മാത്രം വിചാരിച്ചിട്ട് നടക്കുന്നതല്ല. മനസ്സിലായി? നമ്മൾ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരും നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇത് പ്രപഞ്ചത്തിൻ്റെ സമഗ്രമായിട്ടുള്ള സാന്നിധ്യമുള്ളത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ ഇത് സംഭവിക്കത്തുള്ളൂ. ഇത് ഒരാളുടെ കഴിവോ കുത്തകയോ ഒന്നുമല്ല. ഇത് സെബാസ്റ്റിനോ ഒരാൾ വിചാരിച്ചിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ നടക്കത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത സെബാസ്റ്റിന് ഇല്ല, അങ്ങനെ ആർക്കും ഉണ്ടാകത്തുമില്ല. അത് ഏത് സമയത്ത് ഇത് എൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ തൊട്ട് ഞാൻ നശിക്കാനും തുടങ്ങും. ഇതിങ്ങനെയാണ്, ഇതിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയുടെ തുടർച്ചയാണ്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ മഹത്വം. ഇപ്പോൾ നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ചുറ്റുപാടും പലതും നടക്കുന്നുണ്ട്. അത് നടത്താനോ അത് നടത്തിക്കാനോ ശ്രമിക്കുന്ന ഭാഗമല്ല. നമ്മൾ നടക്കുന്നത് എങ്ങനെയാണ്? വ്യക്തി എന്നുള്ള രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണ്? അതിലാണ് നമ്മുടെ ശ്രദ്ധ വരേണ്ടത്. അവിടെയാണ് പ്രപഞ്ചത്തിൻ്റെ അനന്തതയുടെ സ്പർശനം തെളിഞ്ഞു വരുന്നത്. ഒരു വ്യക്തിയാകാൻ കാരണമായിട്ടുള്ള സവിശേഷതയുമായിട്ടുള്ള ബന്ധം ശ്രദ്ധയിൽ ഉണരുമ്പോൾ അതിനെ ആർക്ക് തകർക്കാൻ പറ്റും? അതിന് എതിര് യാതൊന്നുമില്ല, ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കാലത്തിന് അതീതമായിട്ടുള്ള വ്യവസ്ഥയാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. കാലത്തിന് അതീതമായിട്ടുള്ള വ്യവസ്ഥയാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. അതിന് നിത്യതയുടെ സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് പരമാനന്ദം. അതുകൊണ്ടാണ് പരമാനന്ദം. പകലിന്റെയും രാത്രിയുടെയും സംഗമ സമയം അതേക്കുറിച്ചൊന്ന് പറയുക. പകലും രാത്രിയും, അതായത് രാത്രിയും പകലും എന്ന് പറഞ്ഞാൽ സൂര്യൻ ഈ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിലെ വെളിച്ചത്തിൻ്റെ ആ ചൂട് മാറുകയും തണുപ്പ് കയറി വരികയും ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അത് ചൂടും തണുപ്പും ഉണ്ട് അവിടെ. ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ ചൂടും തണുപ്പും ഉണ്ട്.
മറ്റേത് ചൂട് മാത്രമേ ഉള്ളൂ, മനസ്സിലായി? അല്ലെങ്കിൽ അപ്പുറത്ത് തണുപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ രണ്ടും ഇടകലർന്ന് നിൽക്കുന്നൊരു സന്ദർഭമുണ്ട്. ഇവിടെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇവിടെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം ശരീരത്തിൻ്റെ ഭാഗത്ത് ഒരു ചൂടിൽ മാത്രം, വെളിച്ചത്തിൽ മാത്രം നിൽക്കുന്ന ശരീരത്തിന് അവിടെ ശ്രദ്ധക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രാത്രി മാത്രം നിൽക്കുമ്പോഴും ശ്രദ്ധയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ രണ്ട് സംഭവങ്ങൾ ഒരുപോലെ വരുന്നു, രണ്ടിൻ്റെയും സ്വാധീനം ഒരുപോലെ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മളുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? എന്താണ് പരിഹാരം? എന്താ പരിഹാരം? എല്ലാ സമയങ്ങളിൽ നമ്മള് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇതല്ലേ? അതെ, ആ സമയത്താണ് നമ്മൾ വ്യവഹാര്യ തലത്തിലുള്ള മറ്റുള്ളവരുമായിട്ടുള്ള സർവ്വബന്ധവും ഒഴിവാക്കി, മനസ്സിലായി? മറ്റുള്ളവരുമായിട്ടുള്ള ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയുമായിട്ടുള്ള സർവ്വബന്ധവും ഒഴിവാക്കി ശൂന്യതയുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുക. മനസ്സിലായി? കാരണം ശൂന്യത അവിടെ കാര്യങ്ങൾ വൃത്തിയാക്കിക്കൊള്ളും, മനസ്സിലായി? ആ സമയം നമ്മൾ വൃത്തിയായിട്ടിരിക്കുക, വേറെ യാതൊരു ആക്ടിവിറ്റിയുമായിട്ട് ഇടപെടുക. കാരണം എല്ലാ ആക്ടിവിറ്റിയിലും അവിടെ ഒരു താള വ്യത്യാസമുണ്ട്. സർവ കാര്യത്തിലും ഒരു താളപ്പിഴവുണ്ട്. താളപ്പിഴവല്ലത്, താള വ്യത്യാസമുണ്ട്. അത് പിഴവല്ലത്, പക്ഷെ നമുക്കത് പിഴവാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ താളവുമായിട്ട് പൊരുത്തപ്പെടത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവതാളത്തിന് അതിനെ ഗ്രഹിക്കാനുള്ള കഴിവില്ല. ആത്മബോധത്തിന് മാത്രമേ അപ്പോൾ കഴിവുള്ളൂ. ആത്മബോധത്തിന് മാത്രമേ നമ്മളെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും നമ്മളെന്ന് പറയുന്ന അവസ്ഥയ്ക്ക് അവിടെ യാതൊരു കാരണവശാലും ക്രമപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മുടെ ഇൻ്റലിജൻസ് അവിടെ കമ്പാക്റ്റബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ളി സറണ്ടർ ചെയ്യുക ആ സമയം. ക്ലിയർ അല്ലേ? അതെ. ഇത് വളരെ ക്ലിയർ ആയിരിക്കണം. കാരണം ഇത് എല്ലാ ബന്ധത്തിലും